അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോണ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞ സംഭവത്തെ കുറിച്ചാണ്. നമുക്കിങ്ങനെ സങ്കടം ഇങ്ങനെ വരില്ല, നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാണ്ടിരിക്കുക, നമ്മളെ സംസാരിച്ച് എന്ത് വിചാരിക്കും, മറ്റുള്ളവർ നമ്മളെക്കാട്ടൊക്കെ മേലെയാണ്, അങ്ങനത്തെ കുറേ തോട്ട്സ് ഇല്ലേ ഗൈസ്. അതാണ് ഓവർ തിങ്കിങ്ങിൻ്റെ മെയിൻ. ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നില്ല, അത് നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലമാണ്. നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്ന തരം പ്രോബ്ലമാണ് ഇത്. ഈ പ്രോബ്ലം അധികം വെച്ച് നീട്ടാൻ പാടില്ല. വെച്ച് നീട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ അങ്ങനെ എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുക. ആക്ഷൻ എന്ന് പറയുമ്പോൾ എഴുതുക, വായിക്കുക, ഫോൺ നോക്കുക, ഗെയിം കളിക്കുക, എന്ത് വേണമെങ്കിൽ ആവാം. അതും ആക്ഷൻ പറയാൻ ഒരു കൃത്യതയോടെ വേണം ആക്ഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത്. ആദ്യം തന്നെ ആക്ഷൻ എടുക്കുക. പിന്നെ രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നന്നായി ഉറങ്ങുക. അതാണ് രണ്ടാമത്തേത്. പിന്നെ മൂന്നാമത്തേത് പറയുമ്പോൾ, നിങ്ങൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം അതിനിടയ്ക്ക് തുറന്ന് പറയാൻ നോക്കുക. അല്ലെങ്കിൽ അതും പറ്റില്ല പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ സോഷ്യൽ സിറ്റുവേഷൻസിൽ നമുക്ക് ഇഷ്ടമുള്ള എന്താ പറയുക, ഇങ്ങനെ നമുക്കെന്താണ് പ്രശ്നം, നിങ്ങൾക്കിങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്ന് പറയാം. ഇപ്പോൾ ആരെങ്കിലും നമുക്കെന്തെങ്കിലും നമുക്ക് തോന്നുന്ന കാര്യം പറയാം. അതാണ് നമുക്ക് മൂന്നാമത്തെ കാര്യം. നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിക്കഴിഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞ പ്രശ്നം ഭയങ്കര സീരിയസ് ആണ് ഗൈസ്. അതായത് നമുക്ക് ഭാവിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. പലവർക്കും നമ്മൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാം. നമ്മൾ സൈലൻ്റായിട്ട് തോന്നും. ബൈ ഗൈസ്.